നമസ്കാരം. പവനായിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ വിഭവം മുട്ട ചട്നിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, 3 മുട്ട, നല്ല നാടൻ മുട്ടയാട്ടോ. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഒരു 6 ഇതള് വെളുത്തുള്ളി, ഒരു 3 സവാള. ഈ സവാളയൊക്കെ വളരെ ചെറുതായിട്ട് അരിയാനുള്ളതാണ്. 3 പച്ചമുളക്, പിന്നെ ഒരു 4 തക്കാളിപ്പഴം, അതോടൊപ്പം തന്നെ ഒരല്പം മല്ലിയിലയും കൂടി. ഇത്രയാണ് മുട്ട ചട്നിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. സവാള ഇതേപോലെ അരിഞ്ഞിട്ട് ഇത് തിരിച്ച് വെച്ച് ഒരു 3-4 ഇതായിട്ട് വീണ്ടും അരിഞ്ഞെടുക്കുക. വളരെ ചെറുതായിട്ട് തന്നെ സവാള അരിഞ്ഞെടുക്കുക. തട്ടുകടയിൽ ഓംപ്ലേറ്റ് അടിക്കാൻ അരിയുന്ന പോലാണ് നമ്മളിപ്പോൾ ഈ സവാള അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ട് വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കുക്കിംഗ് വീഡിയോസിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് എനിക്കുള്ള പ്രചോദനവും. അങ്ങനെ നമ്മൾ തക്കാളി അരിയാൻ തുടങ്ങുകയാണ്. തക്കാളി നമ്മൾ ഇതേപോലെ നെടുക കീറിയിട്ട് പിന്നീട് തിരിച്ച് വെച്ച് കുറുകെ ഒരു 3-4 വീണ്ടും പീസാക്കുക. അങ്ങനെ എല്ലാ തക്കാളിയും അങ്ങനെ ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കണം. നമുക്ക് അരിയാനുള്ളതെല്ലാം ആദ്യമേ അരിഞ്ഞു കഴിഞ്ഞാൽ പകുതി പണി കുറഞ്ഞു. പിന്നെ കുക്കിംഗ് വളരെ ഈസിയാണ്. വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാവരും വീഡിയോ കാണുക മാത്രം പോരാ, വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്തുകൂടെ നോക്കണം. തക്കാളിപ്പഴം ഏകദേശം നമ്മൾ 4 എണ്ണം അരിഞ്ഞ് തീരാറായിരിക്കുകയാണ്. ഇതുകൂടെ അരിഞ്ഞ് കഴിയുമ്പോൾ തക്കാളിപ്പഴം പൂർണ്ണമായിട്ടും അരിഞ്ഞു കഴിഞ്ഞു. ഇനി അരിയാനുള്ളത് മുളകാണ്. ഈ പച്ചമുളക് ഇങ്ങനെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ എല്ലാ മുളകും അരിഞ്ഞെടുക്കുക. ഇനി അരിയാനുള്ളത് നമുക്ക് മല്ലിയിലയാണ്. മല്ലിയിലയും വളരെ ചെറുതായിട്ട് അരിഞ്ഞിടുക. ഇത് ഏറ്റവും അവസാനമായിട്ടേ നമ്മൾ ഈ മല്ലിയില ചേർക്കുകയുള്ളൂ. എങ്കിലും നമ്മൾ ആദ്യമേ ഇത് അരിഞ്ഞ് മാറ്റി വയ്ക്കുകയാണ്. ഇനിയും ഒരു അടുപ്പിലേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച്, ചീനിച്ചട്ടി നല്ലതുപോലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ വെളിച്ചെണ്ണ നല്ലതുപോലൊന്ന് ചൂടായി വരണം. ഇനി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാള അങ്ങോട്ടിട്ട് നല്ലതുപോലെ വഴട്ടിയെടുക്കണം. ഇത് നല്ലതുപോലെ വഴട്ടിയെടുക്കണം ഈ സവാള. ഇങ്ങനെ നമ്മൾ വഴട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പച്ചമുളകും വെളുത്തുള്ളിയും ഇതോടൊപ്പം തന്നെ ഇട്ടങ്ങ് വഴട്ടണം. നല്ലതുപോലെ ഈ സവാള വഴട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ഇട്ട് വഴട്ടിയെടുക്കുക. ഈ സവാള ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴട്ടുക. അതിന് ശേഷമേ ഇതിലേക്ക് തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ സവാള ഏകദേശം വഴട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് തക്കാളിപ്പഴം അങ്ങോട്ടിട്ട് കൊടുക്കാം. തക്കാളിപ്പഴം അങ്ങോട്ടിട്ട് കൊടുത്ത് അത് നല്ലതുപോലെ അങ്ങ് ഇളക്കുക. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഈ തക്കാളിയുടെ നീരുള്ളത് കാരണം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. എന്നാൽ തന്നെ ഇതിലൊരു ശകലം ഗ്രേവി വരും. ഇതിപ്പം സവാളയോടൊപ്പം തന്നെ നമ്മൾ തക്കാളിയും മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 3 പച്ചമുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയാണ്. പൊട്ടിച്ചൊഴിച്ച് ഇത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ മുട്ട ചീനിച്ചട്ടിയുടെ അടിയിൽ പിടിക്കും. അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് നല്ലതുപോലെ അങ്ങ് ഇളക്കുകയാണ്.
ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുട്ട ചട്നി റെഡിയായിരിക്കുകയാണ്. ഇനിയും മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ സുഹൃത്തുക്കൾക്കും